അധ്യായം 10. സഞ്ജയ് കാർ ഓടിക്കുന്നത് ഗൗരി നോക്കിയിരുന്നു. നല്ല വേഗത. പോലീസുകാർക്ക് നിയമമൊന്നുമില്ലേ? അവനൊന്നു നോക്കി. അല്ല, സ്പീഡ് ലിമിറ്റ് ഇല്ലേന്ന്. അവൻ മിണ്ടിയില്ല, വേഗത കുറച്ചുമില്ല. വേഗത എനിക്ക് ഭയങ്കര പേടിയാണ്, അവൾ മെല്ലെ പറഞ്ഞു. അത് നീ കാറിലധികം കയറി പരിചയമില്ലാത്തതുകൊണ്ടാണ്. സഞ്ജയ് മൂർച്ചയോടെ പറഞ്ഞു. ശരിയാ, ഒരു സൈക്കിള് പോലുമില്ല എനിക്ക് സ്വന്തമായിട്ട്. അത്രയ്ക്ക് പണമൊന്നുമില്ല. 3 നേരം ഭക്ഷണത്തിനുള്ള വക തന്നെ കഷ്ടി. അവൾ അത്രയും പറഞ്ഞിട്ട് വെളിയിൽ നോക്കിയിരുന്നു. സഞ്ജയ് കാറിന്റെ വേഗം കുറച്ചു. ഉച്ചയായപ്പോൾ ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്തി. വാ. അവൻ ഡോറ് തുറന്നു. വിശപ്പില്ല, പോയി കഴിച്ചോളൂ. അവൻ പിന്നെ നിർബന്ധിച്ചുമില്ല. ഭക്ഷണം കഴിഞ്ഞ് അവൻ വരുമ്പോൾ സീറ്റിൽ ചാരിയിരുന്നവൾ ഉറങ്ങിപ്പോയിരുന്നു. തിരുവനന്തപുരത്ത് അവന്റെ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, നല്ല ക്ഷീണം, ഞാൻ കിടന്നോട്ടെ, അവൾ മെല്ലെ പറഞ്ഞു. അത് അമ്മയുടെ മുറിയാണ്, അതെടുത്തു. 2 ദിവസം. അവൻ അമ്മയുടെ മുറി തുറന്നുകൊടുത്തു. അവൾ ആ മുറിയിൽ കയറി വാതിൽ ചാരി. സഞ്ജയ് ഒന്ന് കുളിച്ച് ഫ്രഷായി. അവന് വരുണിന്റെ അടുത്തേക്ക് പോകണമായിരുന്നു. ഗൗരി കുളിച്ച് ഇറങ്ങിയേ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽ തുറന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ പുറത്തു പോവാണ്, ലോക്ക് ചെയ്തോ, ചിലപ്പോൾ ഞാനൊന്ന് വരില്ല. ഗൗരിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അറിയാത്ത നാട്, വീട്, ഒറ്റയ്ക്ക്. എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാണ് സഞ്ജു ചേട്ടാ. പോയിട്ട് വേഗം വരാമോ? ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്ക്, എന്നെങ്കിലും ഒറ്റയ്ക്കാകും നീ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു. ഞാൻ പോവാ. അവൻ വാതിലടച്ചിറങ്ങിപ്പോയി. ഗൗരി ഒരു കരച്ചിൽ പാപൊത്തി അടക്കി. അവൾ പേടിയോടെ ജനാലകൾ വലിച്ചടച്ചു, വാതിലും അടച്ചു. എന്നിട്ട് നെഞ്ചിലൊരു ഭാരം. ലൈറ്റ് ഓഫ് ചെയ്യാൻ പേടിച്ചവൾ കട്ടിലിരുന്നു. കണ്ണടയ്ക്കാൻ പേടി. എന്തൊക്കെയോ ശബ്ദങ്ങൾ. അവൾ ചെവി പൊത്തിപ്പിടിച്ചു. ഭിത്തിയിൽ ചേർന്നിരുന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. പാർട്ടി ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു. ഗൗരി എവിടെ? വരുൺ അവനെ ചേർത്ത് പിടിച്ചു. അവർ ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്നു. അവൾക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണോ? ആ. നീ അവളോട് സ്നേഹമായിട്ട് പെരുമാറണേ സഞ്ജു. സത്യത്തിൽ അവൾ എന്ത് തെറ്റ് ചെയ്തു? പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. അന്ന് എന്തൊക്കെയോ സാധനം വാങ്ങാൻ പോയില്ലേ? അന്ന് അവൾ ഗോൾഡ് വിറ്റാ സാധനം വാങ്ങിയത്. മിയ പറഞ്ഞു. നീ അവൾക്ക് കാശൊന്നും കൊടുക്കാറില്ലേ? എന്തിന്? അല്ല, എന്തിനെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലേ, ഡ്രസ്സ് വല്ലതും വാങ്ങിയോ? ആ, എനിക്കറിയില്ല. അവൻ ഗ്ലാസ്സിലെ മദ്യം ഒരിറക്ക് കുടിച്ചു. മിയ പറഞ്ഞേ എനിക്കറിയാവൂ. നിനക്കറിയാലോ മിയേ, ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഗൗരി നല്ല കുട്ടിയാന്ന് എപ്പോഴും പറയും. നല്ല സ്നേഹമുള്ള കുട്ടി. നിർത്തിക്ക്, കുറേ നേരമായല്ലോ, മതി. വേറെ എന്തെങ്കിലും പറ. ശരി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാ? പോടാ നാറി. കണ്ടോ, നമ്മൾക്ക് തേറ് തന്നെ. മിയ അങ്ങോട്ട് വരുന്നത് കണ്ടവൻ നിർത്തി. നല്ല ആളാ. ഗൗരി എവിടെ? ഷീ ഈസ് ടയേർഡ്, നാളെ വരും. വന്നിട്ടുണ്ടോ? അവൾ ആഹ്ലാദത്തോടെ ചോദിച്ചു. വീട്ടിലുണ്ട്. മിയെ ആരോ വിളിച്ചപ്പോൾ അവൾ അങ്ങോട്ട് പോയി. കുറച്ചു നേരം ഇരുന്നപ്പോൾ സഞ്ജയ്ക്കൊരു അസ്വസ്ഥത തോന്നി. എനിക്ക് പേടിയാ എന്നവൾ പറയുന്നത് പോലെ. ഞാൻ പോവാടാ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ടാവും ഒരു തലവേദന. വരുൺ അവനെ സൂക്ഷിച്ചൊന്നു നോക്കി. എന്തോ ഒരു കള്ളത്തരമുണ്ട് മുഖത്ത്. വന്നിട്ട് 1/2 മണിക്കൂർ ആയിട്ടില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. സഞ്ജയ് അവൻ്റെ തോളിലൊന്ന് തട്ടി എഴുന്നേറ്റു. കട്ടിലിൻ്റെ താഴെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഒരു ഓടി വന്നു. മുന്നിലെ മുറിയിൽ ഇരുന്നു. പേടിച്ച് വിറച്ച് ചത്തുപോകുമെന്ന് അവൾക്ക് തോന്നി. അതിനിടയിൽ പാറ്റ തലയ്ക്ക് മുകളിൽ കൂടി പറക്കുന്ന കണ്ട് അവൾ അലറിപ്പോയി. വെളിയിൽ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം. സഞ്ജയ് ഇറങ്ങുന്നത് കണ്ട് അവൾ വാതിൽ തുറന്നോടി. ചെന്നവനെ ഉറുക്കെ കെട്ടിപ്പിടിച്ചു. സഞ്ജയ് സ്തബ്ധനായി ഒരു നിമിഷം നിന്നു. അവിടെ എന്തൊക്കെയോ ശബ്ദം. അവൾ പൊട്ടിക്കരഞ്ഞു. എനിക്ക് പേടിച്ചിട്ട്. അവൾക്ക് ശബ്ദം കിട്ടുന്നില്ലായിരുന്നു. സഞ്ജയ് അവൾ കാണിച്ച ഭാഗത്ത് മൊബൈൽ ടോർച്ച് അടിച്ചു നോക്കി. പൂച്ചയും അതിൻ്റെ 3 കുഞ്ഞുങ്ങളും. അവന് ചിരി വന്നു. അത് പൂച്ച ഫാമിലിയാണ്. നീ അതിൻ്റെ കരച്ചിൽ കേട്ടിട്ടില്ലേ? അത് കരഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ മുഴുവൻ പാറ്റ. എനിക്ക് പാറ്റയെ പേടിയാ സഞ്ജു ചേട്ടാ. അവൾ വിങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു. സഞ്ജയുടെ ഹൃദയത്തിൽ അലിവ് നിറയുന്നുണ്ടായിരുന്നു. അവൾ അപ്പോഴും അവനെ ഇറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശരി, നീ എൻ്റെ മുറി വാ, അവിടെ പാറ്റയില്ല, പൂച്ചയില്ല. ഗൗരി മെല്ലെ അവനിൽ നിന്ന് അടർന്നു മാറി. വേണ്ട, സാരമില്ല, ആ പൂച്ചയെ ഓടിച്ചു വിട്ടാൽ മതി. ഈ രാത്രി അത് എങ്ങോട്ട് പോവും? പാവമല്ലേ, നീ അവിടെ വന്ന് കിടന്നോ.
അവൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഒരു പരിഭ്രമമുണ്ട് മുഖത്ത്, ഒരു പതർച്ച. അവനൊരു രസം തോന്നി. പൂച്ച എലിയിട്ട് കളിപ്പിക്കും പോലെ. വാ. അവൻ അവളെ ചേർത്തു പിടിച്ചു. അവൾക്ക് ആ മുഖത്തെ പരിഹാസം മനസ്സിലായി. താൻ അവന് വെറുമൊരു നേരം പോക്കാണ്. തട്ടിക്കളിക്കാനൊരു തമാശ പന്ത്. സഞ്ജുചേട്ടൻ എൻ്റെ വേദന കാണാൻ വലിയ ഇഷ്ടമാണല്ലേ? അവളുടെ ശബ്ദമിടറി. സഞ്ജയ് ഒന്ന് പതറി. ആരുമില്ലാത്തവൾക്ക് മേൽ വിജയിക്കുന്നത് ധീരതയല്ല സഞ്ജുവേട്ട. എനിക്കാരുമില്ല. എന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല. അവൾ കരഞ്ഞുപോയി. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ എന്നെങ്കിലും സഞ്ജുചേട്ടൻ എന്നെ ഓർത്ത് കരയും. സത്യം, അന്ന് ചിലപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, മരിച്ചു കാണും. എനിക്കറിയാം, ഞാൻ സഞ്ജുചേട്ടന് ചേർന്ന ആളല്ല. എൻ്റെ ഏട്ടനോടുള്ള വൈരാഗ്യം തീർക്കാനുള്ള വേറെ ഉപകരണം. അത്രയുള്ളൂ ഞാൻ. ദേഷ്യമൊക്കെ തീരുമ്പോൾ ഞാൻ ഇല്ലാതായി കഴിഞ്ഞെങ്കിലും എന്നെ ഓർക്കുമ്പോൾ പക തോന്നാതിരുന്നാൽ മതി. സഞ്ജയ് നടുങ്ങി നിന്നുപോയി. അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. പിന്നെ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. ഞാൻ മരിച്ചാ എൻ്റെ ഏട്ടനോട് ക്ഷമിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചോളാം. ഈ സങ്കടമൊക്കെ തീരും. സഞ്ജു ചേട്ടനും സമാധാനം കിട്ടും. സഞ്ജയ് പെട്ടെന്ന് അവളെ വലിച്ചുയർത്തി മുറിയിലേക്ക് കൊണ്ടുപോയി. നീ ഇവിടെ കിടന്നാൽ മതി. അവളുടെ ഒരു ഡയലോഗ്. ഇനി മിണ്ടി പോകരുത്. കിടന്നുറങ്ങിക്കോ. അവൾ ഞെട്ടിയിരിക്കെ അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്യല്ലേ, എനിക്ക് പേടിയാ, അവൾ ദയനീയമായി പറഞ്ഞു. അവൻ ലൈറ്റ് ഓൺ ചെയ്തു. എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ ഈ സാധനത്തിന്? സത്യമായിട്ടും പേടിയാ. ഞാൻ ലൈറ്റ് ഇട്ടിട്ടാ ഉറങ്ങുന്നേ. അല്ലെങ്കിൽ മുത്തശ്ശി വേണം കൂടെ. അല്ലാതെ എനിക്ക് പേടിയാ ഒറ്റയ്ക്ക്. പാലക്കാടുള്ള നിന്റെ മുത്തശ്ശിയെ കൊണ്ടുവരാൻ പറ്റുമോ എനിക്കിപ്പോൾ? നീ സങ്കല്പിക്കേ, ഞാനാണ് നിന്റെ മുത്തശ്ശിയെന്ന്. എന്നിട്ട് കിടന്നുറങ്ങിക്കോ. അവൾ പൊട്ടിച്ചിരിച്ചു. ചിരി നിർത്താൻ വയ്യാതെ വയറ്റിൽ അമർത്തി പിടിച്ചു. സഞ്ജയ് അത് കൗതുകത്തോടെ നോക്കിയിരുന്നു. തൊട്ടു മുന്നേ കരഞ്ഞ് സങ്കടപ്പെട്ട് ഓരോന്ന് പറഞ്ഞ ആളെയല്ല. എത്ര പെട്ടെന്നാണ് ഈ പെണ്ണ്. തമാശ പറയാനറിയാപ്പോ, അവൾ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. നീ കിടന്നോ, ഞാൻ പുറത്തു കിടന്നോളാം. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. അവൻ പുറത്തേക്ക് പോയി. ഇടയ്ക്കെപ്പോഴും അവൻ ഉണർന്നു. അവന് ദാഹിക്കുന്നുണ്ടായിരുന്നു. കൊണ്ടുവന്ന ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് കിടക്കും മുന്നേ അവൻ അവൾ ഉറങ്ങുന്നത് നോക്കി. കുഞ്ഞുങ്ങൾ ഉറങ്ങും പോലെ നിഷ്കളങ്കമായിട്ട്, ഒരു മാലാഖ ഉറങ്ങും പോലെ. നോക്കിക്കോ, സഞ്ജു ചേട്ടൻ എന്നെ ഓർത്ത് കരയും. അന്ന് ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ലായിരിക്കും. അവൾ പറഞ്ഞത് അവൻ വീണ്ടും ഓർത്തു. ഞാൻ മരിച്ചാ എൻ്റെ ഏട്ടനോട് ക്ഷമിക്കുമോ? അവൻ അറിയാതെ അവൾക്കരികിൽ വന്നു. നെറ്റിയിൽ തൊടാൻ പോയിട്ട് ഒന്ന് അറച്ചു നിന്നു. പിന്നെ തിരിഞ്ഞു വന്ന് സെറ്റിയിലിരുന്നു. വേണ്ടായിരുന്നു. ആദ്യമായി അവന് തോന്നി, ഒന്നും വേണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.